ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു സോയാ ചങ്ക്സ് വരട്ടിയതാണ്. അതായത് ബീഫിൻ്റെ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് ഇപ്പോൾ ക്രിസ്ത്യൻസിനായാലും ഹിന്ദുസിനായാലും ഒക്കെ ഇപ്പോൾ നമുക്ക് നോമ്പ് ഉള്ള സമയമാണ്. അപ്പോൾ അത് കാരണം തന്നെ ഈ സമയത്ത് അതിന് പകരം വെക്കാവുന്ന ഒന്നാണ് ഈ സോയാ ചങ്ക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് ഒഴികെ നമ്മളിത് കഴിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മളിവിടെ ഇരിക്കുന്ന സോയാ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഒരു ചൂടുവെള്ളം ഒരു 10 മിനിറ്റ് നേരം നല്ല ചൂടുവെള്ളത്തിൽ ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടൈം കൂടുതലാവുന്നുള്ളൂ, അതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചൂടുവെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇത് വീർത്ത് വന്നിട്ടാണ് ഇത്രയും വലിപ്പം. അതായത് അത്രയും ചെറുതായിരുന്നു, ഏറ്റവും ചെറിയ സോയ ചങ്ക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് മുറിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഇനി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മസാലയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ ഇത് മുറിക്കാനുള്ളത് ഇല്ല, കണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഭയങ്കര ചെറുതാണ്. ജസ്റ്റ് ഒന്ന് വരഞ്ഞിടാം, കാരണം ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം. അപ്പൊ ഇത് 100 ഗ്രാം സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇപ്പൊ ഇതിന് ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ നമുക്കൊരു ജാതി സ്മെല്ല് വരും. ഈ സോയ ചങ്ക്സിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാട്ടോ, എനിക്കൊന്നും തീരെ ഇഷ്ടമില്ല. അപ്പൊ നമ്മളിത് നന്നായിട്ട് ഒരു 2-3-4 വട്ടം നന്നായി ഇങ്ങനെ പിഴിഞ്ഞ് തന്നെ ഇതിന്റെ വെള്ളം കളഞ്ഞിട്ട് 2-3-4 വട്ടം കഴുകിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളമില്ലാതെ വേണം നമുക്ക് എടുക്കാൻ. അപ്പൊ നമുക്കിതൊരു 3-4 വട്ടം കഴുകിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മളത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ശരിക്കും നന്നാക്കാനില്ല, അത്രയും ചെറുതാണ് എങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. മുറിച്ചിടുമ്പോൾ തീരില്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് വരഞ്ഞിട്ടാ മതി. അപ്പോൾ ഓരോന്നിലും വെള്ളം ഉണ്ട് വെച്ചെങ്കിൽ മാക്സിമം വെള്ളം കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഇത് കുക്കറിലിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണ സമയത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കുക്കറിലിട്ട് അടിച്ചെടുക്കാം. അപ്പൊ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കും. ഇതിങ്ങനെ ഫുൾ ബോളായി കിടക്കണ കാരണമാണ് കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരട്ടുന്ന നേരത്തെ അങ്ങനെ ചെയ്താലും മതി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് മുളക് പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഇപ്പൊ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്ത്. അപ്പൊ നമ്മൾ ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ, ഒരുപാട് മുളക് പൊടി നമ്മൾ ഇതിനകത്ത് ചേർക്കണ്ട. കുരുമുളക് പൊടിയുടെയും പച്ചമുളകിന്റെ ടേസ്റ്റ് ആകുമ്പോഴാണ് നന്നായി കറുത്ത് വരാൻ നമുക്ക് കൂടുതൽ നന്നായിരിക്കാം. അപ്പോൾ അത് കാരണം ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും വരാൻ പോകുന്നില്ല. അത് കാരണം ഉപ്പ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം മസാലയൊക്കെ ഇതിനകത്ത് നന്നായി പിടിച്ചെടുക്കും. അപ്പം ഇതിലത്തെ വെള്ളം മാക്സിമം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് കുക്കറിലിട്ട് ഇതിപ്പോൾ ഞെക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ വരും. എന്നാലും നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഇനി ഒന്ന് അടി പിടിക്കാനുള്ള ഒരു സാധ്യത വേണ്ട. നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് ഒരു 5 വെളുത്തുള്ളിയുടെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 1/2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസില് 2 വിസിലൊക്കെ വന്നാൽ മതിയാവും, ഒരുപാടൊന്നും വേണ്ട. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഐറ്റംസ് നോക്കാം. അപ്പം ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം സൈസ് സവാള ആണെങ്കിൽ 2 എടുക്കാം, വലുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 6-7 വെളുത്തുള്ളി, ഇത് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. അതിലേക്ക് നമുക്ക് ചതച്ചെടുക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് ചതക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ചതയ്ക്കുന്ന ടൈമിൽ നമുക്ക് അത് പെരിഞ്ചീരകം ഇട്ടിട്ട് ചതച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറിയെടുക്കുക. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പൊടിച്ച് മാറ്റി വെക്കാം.
പിന്നെ നമ്മൾ ഒരു അരമുറി നാളികേരത്തിന്റെ, അതായത് ഒരു നാളികേരത്തിന്റെ പകുതി മുറിയുടെ അതിന്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നാളികേരക്കൊത്തൊക്കെ നമ്മളിപ്പോ 100 ഗ്രാമല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പൊ ഇത്രയ്ക്ക് മതിയാവും. അപ്പൊ ഇത്ര നാളികേരക്കൊത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, പുളിയില്ലാത്ത, അധികം പുളിയില്ല. അപ്പൊ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇത്ര ഐറ്റംസ് ആണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഗരം മസാല നമുക്കത് ആ ടൈമിൽ ഞാൻ പറയാം. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം നമുക്ക്. അപ്പൊ നമ്മളെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പൊ നോൺ സ്റ്റിക്ക് പാനാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വരട്ടിയെടുക്കുമ്പോൾ അടി പിടിക്കില്ല എന്നുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ നമ്മൾ ചൂട് കട്ടിയുള്ള നല്ലൊരു ഇതാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനത്തേലായിരിക്കും നമുക്ക് കൂടുതൽ സോയ ചങ്ക്സിൽ ആ വെള്ളമൊക്കെ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ ഇങ്ങനത്തെ പാത്രങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. വരട്ടിയെടുക്കുമ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഉരുളിയിലൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ ഇതിനായിട്ട് കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചൂട് കട്ടിയുള്ളത്, അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ എല്ലാം അടി പിടിക്കില്ല, എങ്കിലും അതിനായിട്ട് കുറച്ചും കൂടി പെട്ടെന്ന് ഇതാണെന്ന് തോന്നണം കേട്ടോ. ഇനി ഇതിൽ ഞാൻ ഇപ്പം ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം അതിലത്തെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഇത് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പെരിഞ്ചീരകത്തിൻ്റെ ആ ഒരു ചതച്ചത് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ തന്നെ നമുക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം തുടക്കത്തിൽ തന്നെ നമുക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ചതച്ച് വെച്ച കാരണം തന്നെ പെട്ടെന്ന് തന്നെ കളർ മാറി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ നാളികേരം നന്നായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക്, ഇപ്പം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ സോയ ചങ്ക്സിൽ അത്യാവശ്യത്തിന് എരിവുണ്ട്. അപ്പോൾ പച്ചമുളക് ഞാൻ 2 ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ 1 ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതിൽ നോക്കിയപ്പോൾ അത്യാവശ്യത്തിന് നല്ല എരിവുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയുടെ എരിവ് അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ അധികം നമ്മൾ എരിവ് ആക്കുന്നില്ല. കാരണം എനിക്കൊരു മുളക് പൊടി ഇടുന്നതല്ലോ, കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ 1 ടീസ്പൂണിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പോഴും നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, ഞാൻ പറഞ്ഞില്ലേ മുളകിന് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്നാലും മുളക് മൂക്കുന്നതിൻ്റെ ഒരു സ്മെല്ല് വേറെയാണ്. അപ്പോൾ അത് കാരണം ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് റെഡ് കളറാണ് വരിക, നമുക്ക് ബ്ലാക്കാണ് വരേണ്ടത്. അപ്പോൾ അത് കാരണം അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഈ മൂത്ത് വരുന്നതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ഈ മുളക് പൊടി മൂക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു സ്മെല്ല് വരുള്ളൂ. അത് കാരണമാണ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. അപ്പോൾ എരിവുണ്ടായിരിക്കില്ല, എന്നാൽ കളർ വരും ചെയ്യും ആ ഒരു ഇത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് അവസാനം ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി തിളച്ച് തക്കാളിക്ക് നന്നായി ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന വിസിലടിച്ച് വെച്ചിരുന്ന നമ്മുടെ സോയ ചങ്ക്സിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ 2 വിസിലടിച്ചപ്പോൾ നമ്മൾ ആ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ഇതിലത്തെ ആ മസാലകളൊക്കെ അതിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി വെള്ളം തിളച്ചതിന് ശേഷം എന്നിട്ട് നമുക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തക്കാളി നന്നായി ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ഈ തക്കാളിക്ക് നന്നായി ഒന്ന് വെന്ത് വരും. അതിന് ശേഷം മാത്രം നമുക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ വേവിച്ചെടുത്ത ചങ്ക്സ് ഇതേ കണ്ടില്ലേ, വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക്
എടുത്ത് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിൽ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റിയതിന് ശേഷമാണ് നമ്മൾ കുറച്ച് ഓയിലായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് വരട്ടി എടുക്കാൻ പോകുന്നത്. അപ്പോഴാണ് ആള് നല്ല വരട്ടി കുട്ടപ്പനായിട്ട് വരുള്ളൂ കേട്ടോ. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വരട്ടി വരട്ടെ. ഇപ്പം നമ്മുടെ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായി ഇതിലേക്ക് പിടിച്ച് വരുന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേവി ആയിട്ട് എടുക്കാനാണ് താല്പര്യം വെച്ചെങ്കിൽ ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവി ആയിട്ട് നമുക്ക് കഴിക്കാം. അതല്ല എന്നുണ്ട് വെച്ചെങ്കിൽ ഈ ഒരു പാകത്തിന് മതി വെച്ചെങ്കിൽ ഇങ്ങനെ എടുക്കാം. പക്ഷെ നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യണം. അപ്പോൾ അത് കാരണം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നല്ല എണ്ണയൊക്കെ ഒഴിച്ച് നല്ല റോസ്റ്റാക്കി എടുക്കുക തന്നെ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടൈം ഇപ്പോൾ ഇതിൽ ആ സ്പോഞ്ചിലെ വെള്ളമൊക്കെ നന്നായിട്ടുണ്ടാവും, ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിരിക്കുക. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് പിടിക്കാനുള്ള ഒരു ടെൻഡൻസി കാട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ. ഇനി കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടല്ല, ഇത്തിരി ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒറ്റ ട്രിപ്പിൽ നമ്മൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട. ഇത്തിരി ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാവും. കണ്ടില്ലേ, ഇതുപോലെ പിടിച്ച് വരുമ്പോൾ ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി, അത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ചതച്ചെടുത്ത കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയല്ല, ക്രഷ് ചെയ്ത കുരുമുളക്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂണും ഈ ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില അവസാനമായിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രേ പരിപാടിയുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ മരത്തിൻ്റെ തവിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വീഡിയോയിലേക്ക് ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്തത് കേട്ടോ. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ നല്ല ഷാർപ്പായിട്ടുള്ളത് ഉണ്ടെങ്കിലാണ് അടിക്ക് പിടിക്കാതെ നന്നായി ഇളക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അടിക്ക് പിടിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ മരത്തിൻ്റെ തവി കൊണ്ട് ആക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഷാർപ്പുള്ള ഇതാവുമ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയും പരിപാടിയുള്ളൂ. നല്ല അടിപൊളി സോയ ചങ്ക്സ് വരട്ടിയത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.